എമ്പുരാൻ സിനിമ കണ്ടെന്ന് മുമ്പ് സംബന്ധിച്ച മോഹൻലാൽ ചിത്രത്തിൻ്റെ പ്രചാരണ പരിപാടിയിലാണ് മോഹൻലാൽ സിനിമ കണ്ടതെന്ന് പറയുന്നത്. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്നായിരുന്നു മേജർ രവിയുടെ വാദം. Coming to Empuran, like Priti said, we had a lot of obstacles. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇത് നമ്മുടെ ലാലേട്ടൻ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതായത് അദ്ദേഹം ഈ ഒരു സിനിമ കണ്ടതാണ്, ഫുള്ള് കണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മേജർ രവി സാറ് പറഞ്ഞത് ലാലേട്ടൻ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ മേജർ രവി സാറ് പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കാണാം. ഭയങ്കര കോമഡിയാണ് കേട്ടോ, ആരും ചിരിക്കരുതേ. വലിയ പ്രതീക്ഷ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം മലയാള സിനിമയുടെ ഒരു ചേഞ്ച് കാണാനുള്ള ആഗ്രഹം, ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി എ ബിഗ് ഹിറ്റ്. ഒരു സംശയമില്ല, മലയാള സിനിമ എന്നുള്ളതല്ല, ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല. കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ 71 വരയ്ക്കും ഞാൻ 5 സിനിമ ചെയ്തിട്ടുള്ളത്. ഐ സ്വെയർ യു, അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും കേട്ടല്ലോ, നമ്മുടെ മേജർ രവി സാർ പറഞ്ഞ കേട്ടല്ലോ. മോഹൻലാലിന് ഈ സിനിമ റിലീസിന് മുന്നേ കാണുന്ന പരിപാടി ഇല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിന് മുന്നേ ഉള്ള കീർത്തിചക്ര ആ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ പോലും അത് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തറപ്പിച്ചങ്ങ് പറയുകയാണ്. പക്ഷേ ലാലേട്ടൻ തന്നെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സിനിമ കണ്ടിരുന്നു എന്ന്, റിലീസിന് മുന്നേ കണ്ടിരുന്നു എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി, അതായത് ഈ മേജർ രവി എന്തിനാണ് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് നടത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഇതൊരു സിനിമയാണല്ലേ, തികച്ചും ഒരു സിനിമ മാത്രമാണ്, അഭിനയമാണ്. ഇതിലിപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ ഏതൊക്കെയോ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട്ട് ചെയ്ത ആ ഒരു സിനിമ ചൊവ്വാഴ്ച മുതൽ വീണ്ടും പ്രദർശനം തുടങ്ങും. പക്ഷേ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഓൾറെഡി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു സിനിമ കണ്ടു. ആ ഒരു സിനിമ ഇറങ്ങി 2 ദിവസം അല്ല, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 200 കോടി ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഇപ്പോൾ ഇത് ഒരു സിനിമയിൽ ഇതിൻ്റെ പേരിൽ എന്തിനാ ആൾക്കാർ ഇങ്ങനെ കടന്നുകൊണ്ട് തമ്മിൽ തല്ലുന്നതെന്ന് ദയവ് ചെയ്ത് നമുക്കറിയില്ല. പിന്നെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൃഥ്വിരാജിന് ഒരുപാട് ചീത്തകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൃഥ്വിരാജിനെ ഒരുമാതിരി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ മേജർ രവി അവിടെയും ഇയാൾ ഈ ഡബിൾ സ്റ്റാൻഡ് തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെയും കൂടെ ഒരു രംഗം ഒന്ന് കാണാം. അതായത് ഈ പൃഥ്വിരാജിനെ കുറിച്ച് മേജർ രവി സാറ് 2 സൈഡിലും നിന്ന് പറയുന്ന കാര്യമുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു സിനിമയ്ക്കകത്ത് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തികേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സാർ. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ്, ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ. അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായാലും ആ ഒരു 3ാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റുള്ള വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. പൃഥ്വിരാജ് വേറെ ലെവല്. അവനൊക്കെ ഭാഗ്യവാനാണ്, ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. എന്റെ സിനിമയ്ക്കകത്ത് എന്തെല്ലാം കാണിച്ചു, പക്ഷെ ആരെങ്കിലും ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഗീയതയില്ലാത്ത ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ, ഒരു പച്ചയായ സോൾജറാണ്. എങ്ങനെ ഇരിക്കുന്നു അയാൾ? ആദ്യം പറഞ്ഞതല്ല പിന്നെ പറയുന്നത്. ആദ്യം ഒരു സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പൃഥ്വിരാജിന് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് ഈ മേജർ രവി പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇതൊരു വലിയ വിവാദമായപ്പോഴത്തേക്കും
പൃഥ്വിരാജ് അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങോട്ട് പൃഥ്വിരാജിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യത്തിലും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ലാലേട്ടൻ ഓൾറെഡി പറയുന്നുണ്ട് ആ ഒരു സിനിമ റിലീസിന് മുന്നേ അദ്ദേഹം കണ്ടതാണ്. പക്ഷെ മേജർ രവി സാർ വന്നിരുന്നിട്ട് പറയുന്നു, അയ്യോ ലാലേട്ടൻ ഒരു സിനിമയും അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമയും റിലീസിന് മുന്നേ കാണാറില്ല, അങ്ങനെ ഇങ്ങനെ മാടയാ കോടയാന്നൊക്കെ വന്നിരുന്നു പറയുന്നു. വെറുതെ ട്രോളുകൾ ഇരന്ന് വാങ്ങുകയാണ്. ഓൾറെഡി ഈ ഒരു സിനിമ ഇറങ്ങി വലിയ വിവാദത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് എന്താ പറയുക, വഴിയെ പോയ വേലി ഏണി വെച്ച് കയറുക എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതേ രീതിയാണ് ഇപ്പോൾ ഈ ഒരു മേജർ രവിയും പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ എയറിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കാണ് മേജർ രവി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭയങ്കര വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ഒരു സിനിമ അത് സിനിമയുടേതായ രീതിയിൽ കാണുക. ഇത് കണ്ടിട്ട് കുറേ അധികം ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് കുരു പൊട്ടി സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു കൂട്ടം ആൾക്കാർ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല, അത് ലൂസിഫറിൻ്റെ അത്രയും വന്നില്ല. വലിയ കറക്റ്റാണ് കേട്ടോ, ഒരുപാട് ഹൈപ്പ് കൊടുത്തിറങ്ങുന്ന സിനിമയൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ തന്നെ വരാറുള്ളൂ. പിന്നെ കുറച്ചധികം ആൾക്കാർ പടം വലിയ കുഴപ്പമൊന്നുമില്ല, ആവറേജ് കണ്ടിരിക്കാം എന്നുള്ള പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുതൽ മുടക്കിയിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയതെങ്കിലും അതിൻ്റെ ഡബിൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, കുറേ അധികം വെട്ടും തിരുത്തും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ വീണ്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യും. പക്ഷേ ഇപ്പം തന്നെ ആൾക്കാർ കണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി വരെ പോയിട്ട് എമ്പുരാൻ കണ്ടു. എന്താ അല്ലേ, എന്ത് പറയാനാ. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.